ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല കേട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരം വെളുക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ നമ്മൾ ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മൈദ കൂടി കലർന്നിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ദോശ ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചരി പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുപ്പിയിലേക്ക് ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ കവറൊക്കെ പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കവർ പൊട്ടിച്ച് കുപ്പിയിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷേ പൊടി വരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ആ കവർ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ വേറൊരു കവർ കൊടുത്തിരിക്കണം കേട്ടോ. പാക്ക് ചെയ്ത് സീല് വന്നിരിക്കുന്ന കവറിൻ്റെ ഉള്ളിൽ വേറൊരു കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടെ എടുത്തിട്ടൊന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് പൊടി ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പച്ചരിയുടെ പൊടി നമ്മൾ ഇഡ്ഡലിക്കൊക്കെ പച്ചരിയാണ് എടുക്കുന്നത്, പച്ചരിപ്പൊടി അല്ല കേട്ടോ. അപ്പോൾ പച്ചരി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അട ഉണ്ടാക്കാനും അതുപോലെ നൂൽപുട്ട് ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു പൊടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. മറ്റേതിനൊക്കെ നമ്മൾ പച്ചരി തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി നേരത്തെ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി. അതിലൊരു 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ചമ്മന്തിക്ക് കേട്ടോ. പിന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദോശയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഇവർക്കുള്ള കഞ്ഞിക്കുള്ള വെള്ളം കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഞ്ഞിക്ക് വിസിലൊക്കെ വന്നു കേട്ടോ. കുപ്പിയിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വെളിച്ചം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ വിസിലൊക്കെ വന്ന് റെഡി ആയ സമയത്ത് അതൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം എന്തിനാണെന്നുള്ളത്. വെള്ളം അവിടെ ആയി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച സമയത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചോറും ചെമ്പ് വെച്ച് കൊടുത്തിട്ട് അതിൽ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാക്സൺ കുക്കറിലാണ് ഇപ്പോൾ വീണ്ടും അരി വെക്കണത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായപ്പോൾ ചൂട് തട്ടിയിട്ട് ചോറ് കേട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ രണ്ട് നേരമാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഒന്നിച്ച് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തിളപ്പിച്ച വെള്ളം മാറ്റി വെച്ചത് ഈ പച്ചരി പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അട ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മണീൻ്റെ മുന്നേ കേട്ടോ, 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പൊടി കുഴച്ചെടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയ ചില സമയങ്ങളിൽ എനിക്ക് മടിയാകും കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മടിയില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മടി ഉണ്ടാവണോ, എന്തിനാണ് അങ്ങനെ മടിയുടെ ആവശ്യം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലെ ഞാൻ നാളികേരം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ 2 ശർക്കര എടുത്തിട്ട് അതൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ, ശർക്കര. അപ്പോൾ അപ്പൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കയറിയിട്ട് വിക്രസൊക്കെ കാണിക്കുകയാണ് അപ്പൂസിൻ്റെ പണി കേട്ടോ. അപ്പോൾ ആൾ കുറേ ഇളക്കി തരും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിൽ വെക്കാറില്ല കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഫ്രീസറിൻ്റെ അടിഭാഗത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഒരുപാട് കട്ടിയായി പോവുകയില്ല, നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ കോരി എടുക്കാൻ പറ്റുന്ന ഒരളവിൽ തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ അടയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പൂസ് കണ്ടില്ലേ കാണിക്കുന്നത്, അപ്പൂസ് മാവ് എടുത്തിട്ട് അപ്പൂസ് ഉരുളയൊക്കെ ഉണ്ടാക്കിയിട്ട് മാനും പാമ്പും ഒക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിളച്ച് വന്നതല്ല കേട്ടോ, ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് ഊറ്റിയെടുക്കുന്ന സമയത്ത് അപ്പൂസ് ഇവിടെ ആനേനെയും അമ്പാരീനെയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ, അട വെച്ചിട്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അപ്പൂസ് ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കളിമണ്ണോ മണ്ണിൽ കളിക്കാനോ അങ്ങനെ പോകുന്ന സംഭവമോ ക്ലേയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആളെന്നാൽ പിന്നെ അതൊന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പൂസിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവൊക്കെ ചെയ്ത് കഴിഞ്ഞത് ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറുണ്ണാൻ വേണ്ടി റെഡി ആയപ്പോൾ. അപ്പോൾ സോയാബീനും അതുപോലെ മീൻ വറുത്തതും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചെറിയ സോയാബീനാണ് ഉണ്ടായിരുന്നത് കേട്ടോ, അതേ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് അധികം പണികളൊന്നും ഇല്ലാത്തതാണല്ലോ. അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടി തേച്ച് വെച്ചു. പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാന്തൽ മീനായിരുന്നു. അപ്പോൾ അത് തൊലി ഇങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് കളിയിലാണ്, ആളിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പപ്പടം കാച്ചാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം പപ്പടം കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. പപ്പടം പൊട്ടിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ ഞാൻ നേരത്തെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടത്തിൻ്റെ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സോയാബീൻ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സോയാബീൻ അത്യാവശ്യം നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നു. വലിയ സോയാബീൻ ആകുമ്പോൾ ഇത്ര എണ്ണ കുടിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ മുറിച്ചിടുന്ന സോയാബീൻ ഉണ്ടല്ലോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അപ്പൂസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചോറുണ്ണാൻ പോയിട്ട് ഇപ്പം തന്നെ ഇത് കഴിയും കേട്ടോ. ഞാനിവിടെ മീൻ വറക്കണ ഒരു സമയം കൊണ്ട് തന്നെ ഈ പപ്പടമൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പടമൊന്നും ഒരുപാട് കഴിക്കാൻ പാടില്ലല്ലോ, അപ്പക്കാരൊക്കെ ഇട്ട് ഉണ്ടാക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുപ്പിയിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പൂസ് കാണാതെ ഒളിപ്പിച്ച് വെച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ അതിന് ശേഷം സോയാബീനൊക്കെ അപ്പുറത്ത് ആവുന്നുണ്ട്. നമ്മളിത് മീനും കൂടി ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 1:15 ആയിട്ടുണ്ടാവും ഞങ്ങൾ ചോറുണ്ണാനായപ്പോൾ. അതിനിടയ്ക്ക് കഞ്ഞി കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ 10:30 ആകുമ്പോഴേക്ക് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ 10:30 ആകുമ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും ഞാൻ ലൈവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് സോയാബീനും പപ്പടവും മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് ചൂടുള്ളതായതുകൊണ്ട് പിന്നെ കറി ചൂടാക്കാനൊന്നും ഇവിടെ ആരും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പൂസിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുറ്റത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ മുറ്റത്തിറങ്ങിയ സമയത്ത് അപ്പൂസും ഉണ്ട് കേട്ടോ, അതേ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച കന്നാസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന കന്നാസ് കേട്ടോ. ഇനിയിപ്പോൾ കട്ടിയില്ലാത്ത കന്നാസാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് നല്ല കട്ടിയുള്ള കന്നാസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒഴിച്ചതായിരുന്നു കേട്ടോ. ഒരു ദിവസം ഉണ്ട് അതിൻ്റെ ജോയിൻ ചെയ്യണ ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ എണ്ണ ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കന്നാസ് വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ കാണുന്നത് കേട്ടോ. ഒരു കൊല്ലം പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ എണ്ണ ലീക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തേക്ക് പുതിയ കന്നാസൊക്കെ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കന്നാസും കേടുന്നു പോകുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാളത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊളിക്കാനുണ്ടായിരുന്നു. സാധാരണ ഒന്നിച്ച് പൊളിച്ച് വെക്കാറാണുള്ളത് കേട്ടോ. ഏട്ടൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ തന്നെ ഒന്നിച്ച് പൊളിച്ച് തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വേഗം ഒക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. 2 തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പൂസ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാശി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, മുറ്റം വഴുക്കുന്നുണ്ട് കേട്ടോ, മഴവെള്ളമായിട്ട് വഴുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പൂച്ചയൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചകിരി എടുത്തിട്ട് എറിയാനുള്ള ആക്ഷനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൂസും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ പൊളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചകിരി ഞാൻ തെങ്ങിൻ്റെ മറ്റേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പൂസ് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആൾ ക്യാമറയൊക്കെ എടുത്ത് കുലുക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേഗം അകമൊക്കെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വിളക്ക് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് അകടിച്ചു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അകമൊക്കെ അടിച്ചു വരി തുടയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് വേഗം വന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നേരം വഴുകും 6 മണി കഴിയുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വേഗം ധൃതിയിൽ ചെയ്യാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ രാവിലെ അടിച്ചു വാരിയതായതുകൊണ്ട് തന്നെ പിന്നെ അധികം അത്രയും പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല ഇപ്പോൾ മഴക്കാലം അല്ലല്ലോ, അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് അടിച്ചു വാരി എടുക്കാൻ
എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് പിന്നെയുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം മനു നമശിവായ എല്ലാം വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൂസും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേഗം 2 തേങ്ങയൊന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ പൊട്ടിക്കുന്നത് കേൾക്കേണ്ട താമസമാണ് കേട്ടോ. അപ്പൂസ് ഓടി വന്നിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, നാളികേര വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്ക് നാളികേര വെള്ളമൊക്കെ കൊടുത്തു. ഒന്നിൻ്റെ ഉള്ളിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല, ഒന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചിരകി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ കറിക്കും അതുപോലെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട തേങ്ങയും അതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഞാനൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് വീണ്ടും തേങ്ങ പൊളിച്ച് ചിരവി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മടിയില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് പാത്രം എടുത്തോളം എന്നിട്ട് അതിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്നലെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്കയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 3 ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അത് 3 അവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഉച്ചയ്ക്ക് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതേ കണ്ടില്ലേ 3 ചക്ക. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യണത് തന്നെ രാത്രിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ 3 ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടില്ലേ, റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അപ്പൂസൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ നന്നാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളതിൻ്റെ കുരു ഇങ്ങനെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ പേടിച്ച് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൂസാണെങ്കിൽ കൈ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു, ടേക്ക് കെയർ.